കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. ബ്ലാക്ക് ഹൽവ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലോ അല്ലേ. എന്നാൽ നമുക്കിത് വീട്ടിൽ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് ഹെൽത്തിയായും ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. നെയ്യിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് വാങ്ങുന്നതിലൊക്കെ ഏതൊക്കെ ഓയിലാണ് ചേർക്കണതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മുത്താറിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വീട്ടിൽ പൊടിച്ചെടുക്കാം, പാക്കറ്റ് പൊടി ആയാലും കുഴപ്പമില്ല, ശുദ്ധമായതായിരിക്കണം. പിന്നെ 250 ഗ്രാം വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ എടുക്കാം. പിന്നെ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും ഏലക്കാപ്പൊടിയും നെയ്യുമാണ് ചേർക്കേണ്ടത്. ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. ഇനി നമുക്ക് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി 1.5 കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെള്ളം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുത്താറിപ്പൊടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉരുക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, ഒന്ന് അരിച്ചൊഴിക്കണം. ഇനി നമുക്ക് നേരത്തെ കുറുക്കി വെച്ചില്ലേ മുത്താറി, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കാം കേട്ടോ. കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. നെയ്യൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് കൂടുതൽ ആവശ്യമില്ലാത്തവർ അങ്ങനെ ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിങ്ങനെ കുറുക്കി വറ്റിച്ചെടുക്കാം അതിലെ വെള്ളമെല്ലാം. ഇനി അല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്മെല്ലിന് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇത്തിരി നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയി കേട്ടോ. വെള്ളമെല്ലാം വറ്റി ഇതേപോലെ കളർ ചേഞ്ചായി വരുന്നത് കണ്ടിട്ടില്ലേ. കണ്ടോ, ഒട്ടും കളറൊന്നും ചേർക്കണ്ട കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടുണ്ടാക്കിയതാണേ. ഞാൻ വിചാരിച്ചു അതിലൊക്കെ കളർ ചേർത്തിട്ടായിരിക്കും ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ളതെന്ന്. ഉണ്ടാക്കിയപ്പോഴല്ലേ മനസ്സിലായേ വേണ്ടെന്ന്. അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച്, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ, കുറച്ചേ ഉള്ളൂ വെച്ചാൽ അത് മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വെള്ളമെല്ലാം വറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിലേറെയൊക്കെ ആയി. ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ. ഞാനിത് ഇളക്കിക്കൊണ്ടേ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോവില്ലേ. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റേജും കാണിച്ചു തരികയാണ് ഇടയ്ക്കിടയ്ക്ക്. കണ്ടോ, നല്ല ഒട്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് അല്പം നെയ്യ് തടവി അതിലേക്ക് അണ്ടിപ്പരിപ്പൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എള്ളൊക്കെ ഹൽവയുടെ മേലെ നമ്മൾ കണ്ടിട്ടില്ലേ, അതും വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഷോയ്ക്ക്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ കുറുക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒന്ന് എയറൊക്കെ പോയിട്ട് നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊരു 2 മണിക്കൂറിലേറെ നേരം ഒന്ന് തണിയാനായിട്ട് വെക്കണം. കണ്ടില്ലേ. തണിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ.